വെൽക്കം ബാക്ക് ടു മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്റ്റാർ ചാലഞ്ച്. ഇന്നത്തെ ഫൺ ചലഞ്ചിൽ കാണിക്കുന്നത് തായ്ലൻഡിലെ ഒരു കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്, എനിക്ക് തോന്നുന്നു കേരള ടി വി ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം ഒരു വ്യക്തി കാണിക്കുന്ന ധൈര്യം. അതുമാത്രമല്ല ഒരു ചലഞ്ച് ഫൺ ചലഞ്ചാണ്, പക്ഷെ അത് ടഫ് ചലഞ്ചായിരുന്നു. അത് ഏറ്റെടുത്ത് നിറവേറ്റി തായ്ലൻഡിലെ സ്ട്രീറ്റ്സിൽ. എന്തായാലും നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് മേനോൻ കൂട്ടൻ എന്താ ചെയ്ത് നോക്കാം. ഇതിപ്പോൾ രജത്തിന് കിട്ടിയ ടാസ്ക്, ഇവിടെ കുറേ പാറ്റകൾ കാണാം. പാറ്റ എന്തൊക്കെ പാറ്റയുണ്ട് ഇതിനകത്ത്? പാറ്റ, കോക്രോച്ച് ഉണ്ട്, ഹണി, തേനീച്ച, നമ്മുടെ നാട്ടിൽ വലിയ ബണ്ട് കാണില്ലേ, ബണ്ട് അതുണ്ട്, കൊമ്പൻചില്ലി, ഇങ്ങനെ കുറേ പ്രാണികളാണ് വറുത്ത് വെച്ചിരിക്കുന്നത്. രജത് ഓക്കെ ആണോ പാറ്റ കഴിക്കാൻ? ഓക്കെ. ഏത് പാറ്റയാണ് രജത്തിന്? ഏത് പാറ്റ വേണം? ഈ പാറ്റ. നോ പ്രോബ്ലം. ഓക്കെ, രജത് കഴിക്കാൻ പോകുന്ന പാറ്റ തന്നെ. ഗ്രീൻ വാരിയേഴ്സിന് വേണ്ടി ഞാൻ രക്തസാക്ഷിയാവുകയാണ് ഇത് കഴിച്ചുകൊണ്ട്. ഗ്രീൻ വാരിയേഴ്സ് അടുത്തത് ഇത് അടുത്ത് ഉണ്ടല്ലേ? പുഴു. ഇത് കരയെന്നറിയോ? എല്ലാം ഇത് കഴിക്കാൻ പോണേ. ഓക്കെ ഓക്കെ രാജൻ. ഇനി വേണോ? സൂപ്പർ രജൻ, സൂപ്പർ 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 ഡൺ. അപ്പഴ കഴിച്ചാൽ നമ്മൾ പൈസ കൊടുക്കണ്ട. ഇപ്പോ ആക്ച്വലി ടാസ്ക് രജത് സക്സസ്. ഓക്കെ, സക്സസ്. ഇപ്പോൾ ആക്ച്വലി അതൊരു ചെറിയ സംഭവമായിരുന്നു. ഇപ്പൊ രജത് കഴിക്കേണ്ടുള്ളത് നടുക്ക് വലിയൊരു ബണ്ടോള സാധനം കണ്ട, നടുക്ക് ഇത് കൊമ്മൻചെല്ലി. നാട്ടിൽ വലിയ സാധനം കണ്ടോ? ഇതിന്റെ പേരാണ് കൊമ്മൻ. വേണ്ട, വലിയ ബണ്ട് കൊമ്മൻചെല്ലി. കാണിക്കൂ. അപ്സൈഡ് ഡൗൺ, അപ്സൈഡ് ഡൗൺ. കല കാണിച്ചു കൊടുക്കും. രജത് ഇത് കഴിക്കണം. ഓക്കെ, ടാസ്ക് ഇതാണ്, കഴിക്കണുള്ള ഇതാണ്. ഓക്കെ, എന്തായാലും ഇറങ്ങി പുറപ്പെട്ടു. ready give like this or like this? നർമോളെ യുറേക്ക. ആക്ച്വലി അടിപൊളി പ്രോട്ടീനാണ് ഫുഡ്, അടിപൊളി പ്രോട്ടീനാണ് ഫുഡ്. ഹെൽത്തിന് അത്ര ഹെൽത്തി ഫുഡാണത്. ആണോ? പാറ്റ എവിടെയാണ് ഹെൽത്തി ഫുഡ്? പാറ്റ. രജത്, ഹാറ്റ്സ് ഓഫ് ടു യു. രജത് ഇത്രയും പാറ്റ, വണ്ട് എല്ലാം കൂടി തോൽപ്പിക്കാൻ പറ്റില്ല. എക്സ്ട്രാordinary രജത്, സൂപ്പർ. ഇതേപോലത്തെ മനോഹരമായ ആചാരങ്ങൾ ഇനിയും ഉണ്ടോ എന്തോ. ദാറ്റ് സ്റ്റാർ ചലഞ്ച്. രജത് ആദ്യം ചെറിയ ചെറിയ പ്രാണികൾ കഴിച്ചു. ലാസ്റ്റ് ആ ടാസ്ക് വന്നില്ല, കോക്രോച്ച്, വലിയ ബണ്ട്. അത് എന്താണ് രജത്? അത് ഇപ്പൊ ഇവിടെ ആക്ച്വലി കോക്രോച്ച് എന്നാണ് പറയണേ. ഓക്കെ, നമ്മുടെ നാട്ടില് എന്താ പറയാന്? കൊമ്പൻചെല്ലി എന്നാണ് പറയുന്നത്. ബാക്കിയുള്ളതൊക്കെ പാറ്റകളാണ്. എന്താ പറയാ, ഈ കോക്രോച്ച് മാത്രം ഒരു ടേസ്റ്റ് ഇത്രയും പോരാ. അതെന്താണ്, ഈ കോക്രോച്ചിന്റെ ആണോന്ന് അറിയില്ല, അത് ഇവര് ചെയ്തതിന്റെ ആണോ അറിയില്ല. കോക്രോച്ച് മാത്രം ഇറ്റ്സ് നോട്ട് അപ് ടു ദ മാർക്ക്, പക്ഷെ ബാക്കി മൂന്നും ഇറ്റ് വാസ് റിയലി ടേസ്റ്റി. ഐ തിങ്ക് യു ഷുഡ് ഓൾ ടേസ്റ്റ്. താങ്കൾ നന്നായി വിയർക്കുന്നുണ്ടല്ലോ. അല്ല, അത് ഭക്ഷണം കഴിച്ച് വിയർക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇനി കമ്പനി ഇല്ല. ബോയിൽ ഫിഷ്, എനിക്ക് വേണം ബോഡി പില്ലേഴ്സിന്റെ പുതിയ ആഹാരം. പാറ്റ, വണ്ട്, പുഴു. എന്തായാലും രജത്തിന്റെ ബോഡിയൊക്കെ ബെറ്റർ ആയിട്ടോ തായ്ലൻഡ് ട്രിപ്പ് കഴിഞ്ഞപ്പോഴത്തേനും, അല്ലേ? ഇല്ല, ആക്ച്വലി ഏത് നാട്ടിൽ പോയാലും അവിടുത്തെ ഒരു മെയിൻ ഐറ്റംസ് എന്താ വെച്ചാൽ അത് കഴിക്കണം. തായ്ലൻഡിലെ മെയിൻ ഐറ്റംസ് ആയിരുന്നു അത്. തായ്ലൻഡിലാണ് ആക്ച്വലി ഇത്. ചൈന, ജപ്പാൻ ആൻഡ് തായ്ലൻഡിൽ മാത്രം കിട്ടുന്ന മെയിൻ ഐറ്റംസ് ആണ് ഇതൊക്കെ.
സോ ഇവിടെ ഒരിക്കലും നമുക്ക് കിട്ടാത്ത സാധനങ്ങളാണ്. അപ്പോൾ ഞാൻ ആക്ച്വലി ഇതിന് പുറകെ ഞാനും നിശാന്തേട്ടനും സുധീഷ് ചേട്ടനെയും ഞാൻ പിടിച്ച് കൊണ്ടുപോയിട്ട് ഞാൻ ക്രോക്കോഡൈൽ ബാർബിക്യൂം കഴിച്ചു. ഞാനും അവിടെ ഉണ്ടായിരുന്നു, ഞാൻ കഴിച്ചില്ല. നിങ്ങൾ ക്രോക്കഡൈൽ ബാർബിക്യൂ കഴിച്ചു. സോ എന്താ പറയുക, അതാത് രാജ്യത്തെ ഏറ്റവും നല്ല ഫുഡുകൾ, അത് ഏത് തരത്തിലുള്ള ഫുഡുകളാണെങ്കിലും ഒന്ന് ടേസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. ഇതിൻ്റെ അകത്തൊരു സത്യമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ശരിക്കും മേനോനന്ന് നല്ല വിശപ്പുണ്ടായിരുന്നു. അതാണ് സത്യം. എൻ്റെ സത്യസന്ധമായ കാര്യം അതാണ്. നന്നായിട്ട് വിശന്നിരിക്കുന്ന സമയത്താണ്, ഞാൻ പറയാം, നന്നായിട്ട് വിശന്നിരിക്കുന്ന സമയത്താണ് മേനോനെ കൊണ്ട് ഈ ടാസ്കിന് പോകുന്നത്. ഇനി ഇതല്ല, പാമ്പല്ല, ഞാഞ്ഞൂളിനെ കിട്ടിയാലും മേനോൻ കഴിക്കുന്ന സിറ്റുവേഷൻ ആയിരുന്നു, അല്ലേ? സത്യം, അതാണ് സത്യം. പിന്നെ ആക്ച്വലി ക്രോക്കോഡൈൽ ബാർബിക്യൂ കഴിക്കുന്ന സമയത്ത് ഞങ്ങൾ ചോദിച്ചു, ഞാൻ ചോദിക്കുകയും ചെയ്തു പ്രത്യേകം, സ്നേക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടായിരുന്നെങ്കിൽ അതും കൂടി ഒന്ന് കഴിച്ചാണ്. സ്നേക്കും കഴിക്കും, ഒന്ന് ടേസ്റ്റ് ചെയ്താണ്. എനിക്കതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഇത് ആർക്കും കഴിക്കാം, പക്ഷെ കഴിച്ചതിന് ശേഷം ആസ്വദിക്കുന്നത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇതിപ്പോൾ നമ്മൾ ഈ കാപ്പിയൊക്കെ കുടിക്കുന്ന കാരണം കണ്ടല്ലേ, നമ്മൾ കാപ്പിയുടെ ഒക്കെ പരസ്യത്തിൽ കുടിച്ചിട്ട് നമ്മളതിൻ്റെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്താൽ മേനോനത് ആസ്വദിക്കുന്നത് കാണാം. ആ മറ്റേ വണ്ടിനെയൊക്കെ തിന്നിട്ടുണ്ടല്ലോ. ഒരു കാര്യം ഉറപ്പായി. അല്ല, ആക്ച്വലി ഒരു ചെറിയ കാര്യം കൂടി, ഇത് ആർക്കും കഴിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷെ ഒൺലി തിങ്, ഇപ്പോൾ എല്ലാവരുടെയും മുഖത്ത് ഈ പറഞ്ഞ പോലെ ഓഹ് എന്നുള്ള ഫീലിംഗ് വരാൻ കാരണം, ഇത് നമ്മളതിൻ്റെ ഒറിജിനൽ നമ്മൾ ലൈവായിട്ട് കാണുന്ന അവരെ നമ്മൾ ചിന്തിക്കും. അത് ആക്ച്വലി ഇല്ലാതെ ഇതൊരു ഫുഡ് മാത്രമായിട്ട് നമ്മൾ കണ്ടാൽ ആക്ച്വലി പ്രശ്നമൊന്നുമില്ല. പ്യൂർ വെജിറ്റേറിയൻ അതുപോലെ പ്യൂർ നോൺ വെജിറ്റേറിയൻ ആയിരിക്കുകയാണ് രാജത്. ചിക്കൻ ആണോ അതോ ഈ കഴിച്ച ആ കൊമ്പൻ ചില്ലി ആണോ ഏറ്റവും ടേസ്റ്റ്? അതല്ല, ആക്ച്വലി സ്പീക്കിംഗ് ആ ടേസ്റ്റ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ കോക്രോച്ച് വാസ് നോട്ട് ഗുഡ്. ഇൻ ദ സെൻസ് കോക്രോച്ച് കുറച്ചുകൂടി ഒരു പേസ്റ്റ് രൂപത്തിലായിരുന്നു. ഫണ്ണായിരുന്നു, എന്റർടൈനിങ് ആയിരുന്നു. എന്തായിരുന്നു അത്? ഫൺ ആക്ച്വലി. അറ്റ് ദ സെയിം ടൈം ഇറ്റ് വാസ് റിയലി ചാലഞ്ചിങ്. കാരണം ഈ പറഞ്ഞ പോലെ നമ്മൾ കാണുമ്പോൾ വരെ നമ്മൾ എന്താ പറയുക, ഓടിക്കാൻ നോക്കുന്ന ജീവികളാണ് ഇവരൊക്കെ. അതിനെ നമ്മൾ നേരിട്ട് കഴിക്കുന്നു എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ റിയലി ചാലഞ്ചിങ് തിങ്. അറ്റ് ദ സെയിം ടൈം ഐ റിയലി വാണ്ടഡ് ടു ടേസ്റ്റ്, ആൻഡ് എസ്പെഷ്യലി വെൻ ഇറ്റ് വാസ് ഫോർ ഗ്രീൻ വാരിയേഴ്സ് ടീമിന് വേണ്ടി ചെയ്യുമ്പോൾ ഐ വാസ് റിയലി ഹാപ്പി. മേനോൻ, അല്ല, ഈ പാറ്റയുടെ ടേസ്റ്റ് എന്തായിരുന്നു? നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു കൊടുത്താൽ അത് നമുക്ക് മറ്റേ ഇതൊക്കെ അടിച്ച് കളയേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് നാളെ ഉപയോഗിക്കാമല്ലോ. എന്താണ് പാറ്റയുടെ ടേസ്റ്റ് താങ്കൾക്ക് തോന്നിയത്? ശരിക്കും പറയാച്ചാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് അന്നത്തെ ഒരു ഓർമ്മയിൽ ഞാൻ പറയുന്നതാണ്. ഒരു 2-3 ദിവസം കഴിഞ്ഞ് കഴിക്കുന്ന ഒരു ചിക്കൻ സാലഡിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. 2-3 ദിവസം പഴകിയ ഒരു ചിക്കൻ സാലഡ്. ഓക്കെ. കൊമ്പൻ ചെല്ലി? കൊമ്പൻ ചില്ലി വാസ് ഫൈൻ. അതൊരു കുറച്ചും കൂടി ഒരു നോൺ വെജിറ്റേറിയൻ ഫീൽ ഉണ്ടായിരുന്നു. ആൻഡ് എസ്പെഷ്യലി ഹണി ബി വാസ് ടോട്ടലി ലൈക്ക് ചിക്കൻ. ഓറഞ്ച് ആർമി രാജീവ് കഴിക്കും ഇതെല്ലാം. തിരിച്ച് കഴിക്കാത്ത ഏത് സാധനമാണെങ്കിലും രാജീവ് കഴിക്കും. സെയിം. പക്ഷെ ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? രജത്ത് ബാബുചേട്ടൻ പറഞ്ഞിരുന്നു, അത് നമ്മൾ കഴിക്കുമ്പോൾ ഡെഫിനറ്റ്ലി അതിന്റെ ടേസ്റ്റ് മോശമാണെങ്കിൽ മുഖത്ത് ആ ഭാവം വരും. അദ്ദേഹം വളരെ എൻജോയ് ചെയ്ത് കഴിച്ചാണ്. വെൽ ഡൺ രജത് മേനോൻ, നല്ലൊരു ചലഞ്ചാണ് അക്സെപ്റ്റ് ചെയ്തു. റിയാസ് ഭായ് നല്ലോണം ചലഞ്ച്. റിയാസ് ഭായ് ഇവിടെ ഇല്ല എങ്കിലും ഐ തിങ്ക് ഹാറ്റ്സ് ഓഫ് ടു ദ ഗ്രീൻ വാരിയേഴ്സ്. രജത് മേനോൻ, സൂപ്പർബ് ജോബ്. ഇനി വീണ്ടും അങ്ങനെ ഒന്നും ട്രൈ ചെയ്യേണ്ട രജത്, അല്ലേ? ആക്ച്വലി വിശന്നിരിക്കുമ്പോൾ എന്തും കഴിക്കും, അതൊരു കാര്യം. സെക്കൻഡ് തിങ്, ഇനിയും നമ്മൾ വേറെ ഏതെങ്കിലും നാട്ടിൽ പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അവിടുത്തെ ഫുഡ് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും ഐ ഡെഫിനറ്റ്ലി ഗീവ് ഇറ്റ് എ ട്രൈ. കാരണം ലോകത്തിലെ എല്ലാ ഫുഡും ഒന്ന് അറിഞ്ഞിരിക്കണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. രജത്ത് അത് കഴിക്കുന്ന നേരിട്ട് കണ്ട വ്യക്തിയാണ് ഞാൻ. ബാബുരാജ് രജത്ത് അത് കഴിക്കുന്നത് എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു? അല്ല, ലക്ഷ്മി ഇവിടെ പറയാണ്, ലക്ഷ്മിക്ക് ചില്ലി ക്രോക്രോച്ച് ആണെങ്കിൽ നോക്കാന്ന്. ലക്ഷ്മിയുടെ എക്സ്പ്രഷൻ കണ്ടിട്ട് ചില്ലി കോക്രോച്ച് അല്ല, ചില്ലി ചിക്കൻ തന്നാലും ഞാൻ കഴിക്കില്ല എന്നുള്ള ഫീലിംഗ് ആണ്. കണ്ടിട്ട് ലക്ഷ്മി സംസാരിക്കുമെന്ന പെണ്ണ് പേടി. ലക്ഷ്മിയുടെ മുഖഭാവം കണ്ടിട്ട് ഞാൻ എന്തോ ഇനി രജത്ത് അടുത്തേക്ക് വന്നാൽ ലക്ഷ്മി ഇങ്ങനെ ആയിരിക്കും. പറ എന്തായാലും രജത്, വെൽ ഡൺ. രജിത്തിനെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികൾക്ക് ധൈര്യമായിട്ട് വരാം. ഒരു കാരണവശാലും വീട്ടിൽ നിങ്ങൾക്ക് അനാവശ്യ ചെലവുകൾ ഉണ്ടാവില്ല. കിറ്റ് സാധനങ്ങളൊന്നും വേണ്ട. ചേട്ടാ അവിടെ ഒരു പാറ്റാന്ന് പറഞ്ഞാൽ, എവിടെ പാറ്റ, എവിടെ പാമ്പ്, ചേട്ടാ അവിടെ ഒരു മറ്റേ കൊമ്പൻ ചെല്ലി. അതെ, ഇനിയിപ്പോൾ അമ്മായിയപ്പൻ സ്ത്രീധനത്തിന് പകരമായിട്ട് കൊമ്പൻ ചെല്ലി, വണ്ട്, സ്ത്രീധനം. നിങ്ങൾ കണ്ടു രജത് മേനോന്റെ ഒരു സാഹസികത. എനിക്ക് തോന്നുന്നു ഇറ്റ് വാസ് എ ടഫ് ചലഞ്ച്. വെൽ ഡൺ രജത്. താങ്ക്സ് ഫോർ ദ കമന്റ്സ് ഓറഞ്ച് ആർമി. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക, ഇതൊരു ഫൺ എക്സൈറ്റിംഗ് ചലഞ്ച് ആയിരുന്നു. ബട്ട് ദ പേഴ്സൺ ഹു ഡിഡ് ഇറ്റ്, വെൽ ഡൺ. താങ്ക് യു സോ മച്ച്. എനിവേ, കീപ് വാച്ചിങ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്റ്റാർ ചാലഞ്ച്.